ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മമ്മൂക്കയെ പോലെ ഒരു ആക്ടർ വേണം, അതേപോലെ ഈ സിനിമയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെൻസിബിലിറ്റി ഉള്ള ഒരു ഹ്യൂമൻ കൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ഈ കഥ ആദ്യം വായിക്കുമ്പോൾ തന്നെ മമ്മൂക്കയായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ആ കഥ വായിക്കുമ്പോൾ തന്നെ സുധി എന്ന് പറഞ്ഞ് തങ്കൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത അയാൾ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു പക്ഷേ മമ്മൂക്കയേക്കാൾ മുന്നേ സുധി ചേട്ടൻ അത് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ അത് വായിക്കുമ്പോൾ തന്നെ തോന്നിയിരുന്നു. ഞാൻ ബീനയുടെ അടുത്ത് പറയുകയും ചെയ്തു, ഇയാൾ ചെയ്താൽ നന്നാവില്ലേ. സുധി ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ മറ്റു കാര്യം ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് മമ്മൂക്ക ചെയ്യുമോ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, മമ്മൂക്ക ചെയ്യുമോ ഇങ്ങനെ ഒരു സിനിമ. നമുക്ക് പറയാൻ ഒരു അപ്പോയിൻമെൻ്റ് ആദ്യം എടുക്കാം, ബാക്കി പിന്നെയല്ലേ എന്നുള്ള രീതിയിലായിരുന്നു. അവിടെ പോയി കഥ പറഞ്ഞാൽ അപ്പം തന്നെ ഓക്കെ ആയിരുന്നു. അദ്ദേഹം നിർമ്മിക്കാമെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ആ സിനിമയിൽ. മമ്മൂക്ക ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അവസാനം ഞങ്ങൾ കഥ പറയുന്ന സമയത്ത് ജ്യോതിക അവസാനം ഒരാളെ ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ക്ലൈമാക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ മമ്മൂക്ക ചോദിച്ചത് അവർ പിരിഞ്ഞു, പിരിഞ്ഞു, എന്നാലും അവരുടെ ഒരു സൗഹൃദം ഉണ്ടാവില്ലേ. അവസാനം മാത്യു കൂടെ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം. അതിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന അവരൊരുമിച്ച് കോഫി ഷോപ്പിൽ വരികയും മാത്യുവോട് നിന്ന് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു. പക്ഷേ അത് നമുക്ക് അങ്ങനെ ചോദിക്കുന്നൊരു സമയത്ത് അത് വളരെ അതിന് വേറെ കുറേ കൂടെയൊക്കെ രസങ്ങളുണ്ടായി വരികയായത്. കുറച്ചുകൂടെ ക്രിയേറ്റീവ്ലി ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മമ്മൂക്കയിൽ നിന്നും ജ്യോതികയിൽ നിന്നും മമ്മൂക്ക ഇറങ്ങി നടക്കുന്നു, ആ ഒരു യാത്ര തങ്കനിൽ ചെന്ന് നിൽക്കുന്ന പോലെയൊക്കെ ഷോട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ഡ്രാഫ്റ്റ് മമ്മൂക്കയോട് കൂടി ഇരുന്ന് വായിക്കും, അതിനുശേഷം ആ ഭാഗം ഇങ്ങനെ മാറ്റിയ ഒന്നിനും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് മാത്രം തങ്കനും മമ്മൂക്കയും കൂടെ സംസാരിക്കുന്നുണ്ട്, തങ്കനും മാത്യു ഒരു സീനിൽ. അത് ഇൻ്റർവെല്ല. അതിൽ നമ്മളിനി എന്ത് ചെയ്യും എന്ന് മാത്യു തങ്കനോടാണോ തങ്കൻ മാത്യുവിനോടാണോ ചോദിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ ഇവർ തൊട്ടടുത്ത് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇലക്ഷൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന തങ്കനെ മഴയത്ത് കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് അത് അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡിസൈൻ. അപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്, ഐ കോണ്ടാക്റ്റാണ്, ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവിടെ നിന്നാണ് ഇപ്പോൾ ഉള്ള ഇൻ്റർവെൽ ഉണ്ടാകുന്നത്. കാരണം പുള്ളി പറഞ്ഞത് ഒന്ന് മിണ്ടാൻ ഭയങ്കര പേടിയായിരിക്കും, ഈ നാട്ടുകാരെന്ത് വിചാരിക്കും, പക്ഷേ മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഇൻ്റർവെൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അല്ലാത്ത പിന്നെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മമ്മൂക്കയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് മമ്മൂക്ക ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് മമ്മൂക്കയ്ക്ക് അറിയാമായിരുന്നു. അതും എനിക്കൊന്ന് അദ്ദേഹം ഈ സിനിമ നിർമ്മിക്കാനും ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് ഇതൊരു ആദ്യത്തെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ സിനിമയ്ക്ക് അപ്പുറത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3 തവണയെങ്കിലും മമ്മൂക്കയുടെ കൂടെ ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടായി വരുന്നത്. ജ്യോതിക സജസ്റ്റ് ചെയ്ത് മമ്മൂക്ക. അപ്പം അതൊക്കെ നമുക്ക് മാക്സിമം ഈ സിനിമേനെ എങ്ങനെയൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാം, ഈ സിനിമ എത്ര പേരെ കാണിക്കാൻ പറ്റും, എത്ര മനുഷ്യരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ജ്യോതിക അത്തരം ആലോചനകളൊക്കെ വരുന്നത്. ബോക്സ് ഓഫീസിൽ സ്വീകരിക്കപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. ഈ മമ്മൂട്ടി എന്നൊരു ആളുടെ പ്രസൻസ്, ഒരു നടന്റെ പ്രസൻസ് ആയിരിക്കില്ലേ ഇതിന്റെ ഒരു, അതോ സബ്ജക്റ്റിനോടുള്ള ഒരു അക്സെപ്റ്റബിലിറ്റി? അല്ല, മമ്മൂക്കയും ജ്യോതികയും ഒരു സിനിമ വരുന്നു എന്ന് പറയുന്ന ഒരു ആൻറ്റിസിപ്പേറ്റിംഗ് ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ അതല്ലാതെ ഒരു ആക്ടർ ആകുമ്പോൾ അത്രയും ആൾക്കാർ ഫസ്റ്റ് ഡേ ഒന്നും തിയേറ്ററിലോട്ട് വരില്ല. നമ്മുടെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ നല്ല സ്റ്റാർട്ടായിരുന്നു, നല്ല ഓപ്പണിംഗ് ആയിരുന്നു. ആ ഓപ്പണിങ് തരാൻ മമ്മൂക്കയെ പോലെയുള്ള ഒരു ആക്ടറിനല്ലേ പറ്റുള്ളൂ. നല്ല സ്റ്റാർട്ട് കിട്ടിയുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പെട്ടെന്നുണ്ടായി. കണ്ടവർ സിനിമയും കൂടെ പെട്ടത് കൊണ്ടാണ് സിനിമ തിയേറ്ററിൽ നന്നായിട്ട് പോയത്. അപ്പോൾ നമുക്ക് ഇവരുണ്ടെങ്കിൽ ആൾക്കാർ വരും, നമ്മളിവർക്ക് കൊടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് കണ്ടുകൊണ്ട് കാതലിന് അതാണ് സംഭവിച്ചത്. അപ്പോൾ മമ്മൂക്ക ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ഇഷ്യൂസും ആൾ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കാതലെടുക്കുമ്പോഴത്തേക്ക് ഈ പടം ഫാമിലി ഫ്രണ്ട്ലി ആക്കണം എന്നൊരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനൊരു വിഷയം പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് കാണുകയും വേണം, ഐ മീൻ അവരെ ഒരുപാട് ഒഫൻഡഡ് ആക്കാത്ത രീതിയിൽ ഇത് പറയണം എന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഡൈല്യൂട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള
തോട്ട്സ്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, സുഹൃത്തുക്കളായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് പോലും വിശ്വസിക്കുന്നത് മമ്മൂക്ക ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് ഇൻറ്റിമേറ്റ് സീൻസ് ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും. അതിൻ്റെ അകത്തും സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യരാണ്. തങ്കന് തൻ്റെ സ്നേഹത്തിൻ്റെ അകത്ത് മമ്മൂക്കയെക്കാളിലും കുറേ കൂടെ എന്താ പറയുക ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മമ്മൂക്കയുടെ മാത്യുവിന് വീടുണ്ട്, അച്ഛനുണ്ട്, പാർട്ട്ണറുണ്ട്, മകളുണ്ട്. മറ്റേക്ക് മാത്യു മാത്രമേ ഉള്ളൂ. പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് മാത്യുവിന് സ്നേഹത്തോടെ എന്താ തങ്കനെ നോക്കാത്തത്. തങ്കൻ ഹൃദയം തുറന്നു അല്ലെങ്കിൽ അത്ര മാത്രം സ്നേഹത്തോടെ മാത്യുവിനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർവെല്ലിലാണെങ്കിൽ മാത്യുവിനെ നോക്കാൻ പേടിയാണ്. മാത്യുവിന് ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്നത്, ബന്ധങ്ങൾ എന്ന് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത്, ക്ലാസ്സിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട്. കാതൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മനുഷ്യരുടെ കഥയാണ്. അതിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. ഇപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മമ്മൂക്ക കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി, അത് മമ്മൂക്കയിൽ നിന്നാണ് ഷോട്ട് വരെ ഉണ്ടാകുന്നത്. കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് മമ്മൂക്ക നിന്നിട്ട് ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ട്രാക്കിംഗ് ടു തങ്കന്ന് എനിക്ക് എടുക്കാൻ പറ്റിയതാണ് എനിക്ക് ആ സിനിമയിൽ ഏറ്റവും വലിയ ഷോട്ടായിട്ട് ഞാൻ കാണുന്നത്. ഒരു ഡയലോഗ് ഞങ്ങൾ എഴുതിയില്ല. അത് ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ ഇവർ രണ്ടുപേരും കെട്ടിപ്പുണരുന്നതോ ഉമ്മ കൊടുക്കുന്നതോ ഒന്നും എടുക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടല്ല എന്ന് മാത്രം പറയാനേ നമുക്ക് പറ്റുള്ളൂ. ബാക്കി വിശ്വസിക്കാതിരിക്കുക എന്നത് അവരവരുടെ കാര്യമാണ്. ഈ സിനിമയ്ക്ക് എൻ്റെ ആവശ്യം തോന്നിയില്ല. ഈ കാതൽ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ചർച്ച് എസ്പെഷ്യലി. പിന്നെ ചില ട്രഡീഷണൽ ആൾക്കാർ എൻകറേജസ് ഹോമോസെക്ഷൽ റോങ് ആണ്. ഇതിലൂടെയൊക്കെ എന്താ പറയാനുള്ളത്? കാതലിന് പല തരത്തിലുള്ള ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട്സിലോ അല്ലെങ്കിൽ LGBT വിരോധമുള്ള മനുഷ്യരോടൊന്നും പറയാനൊന്നുമില്ല. അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അല്ലാതെയുള്ള കാതലിനുള്ള വിമർശനങ്ങളുണ്ട്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കാതൽ എന്ന് പറയുന്നത് മലയാള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലർ ആകുന്ന ഈ ഒരു ഏരിയയിലുള്ള പ്രാരംഭ സിനിമകളിലൊന്നാണ് കാതൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ഇനി ഈ ഏരിയയിൽ സിനിമ ചെയ്യുന്ന മനുഷ്യർക്ക് കുറെ കൂടെ ശ്രദ്ധിക്കാനും, ഇപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് എത്ര അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ അതിനകത്തൊരു അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഇപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റിയെ കുറിച്ച് നല്ല ധാരണയും അറിവും ഉണ്ടാകുമ്പോഴും പലതും മനസ്സിലാവാത്തതുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സിനിമയിലെ ചില കാര്യങ്ങളിൽ ഞങ്ങളെ വല്ലാതെ പൊള്ളിച്ചു, വല്ലാതെ വേദനിച്ചു എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഞാൻ ന്യായീകരണം പറയാനൊന്നും പോകുന്നില്ല. അത് ഇനിയൊരു സിനിമ ഉണ്ടാകുമ്പോൾ ഞാനാണെങ്കിലും വേറെ ഫിലിം മേക്കറാണെങ്കിലും ആ കമ്മ്യൂണിറ്റിനെ വേദനയും വിഷമവും ഉണ്ടാവുന്ന തരത്തിലുണ്ടാവരുത്. അതിനൊരു കാരണമായി കൂടെ കാതൽ നിൽക്കട്ടെ. കാതൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല. അങ്ങനെ ആർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുമെന്നേ പറയുള്ളൂ, മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഫിലിം മേക്കേഴ്സിന് അത്തരം വിമർശനങ്ങളെ വളരെ കാര്യമായിട്ട് കാണേണ്ടതുണ്ട്, വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാവും. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കുറേ സിനിമകളുടെ കാര്യം ഉദാഹരണം പറഞ്ഞില്ലേ. ഇപ്പം പെണ്ണുങ്ങൾ ക്യാരക്ടേഴ്സൊക്കെ നല്ല ക്യാരക്ടേഴ്സ് വരുന്നു. ഇപ്പം എന്നും പറഞ്ഞ് ഇതൊന്നും അല്ല ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് എന്ന് പറയുന്നത്. സിനിമയ്ക്ക് എന്തും പറയാൻ പറ്റണം. വളരെ എന്താ പറയുക, മോശം ആണെന്ന് തോന്നുന്ന മോശമായിട്ടുള്ള സ്ത്രീകളുടെ കഥകൾ പറയാം, വളരെ മോശം പുരുഷൻ്റെ കഥ പറയാം, സ്ത്രീ വിരോധികളുടെയും പുരുഷ വിരോധികളുടെയും ഇതെല്ലാത്തിനും പറയണം. അൾട്ടിമേറ്റ്ലി നമ്മൾ സിനിമ എന്ത് മുമ്പോട്ട് വെക്കുന്നു എന്നുള്ളതുള്ളൂ. ഇത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഈ പല സ്ഥലത്തും ക്ലാസ്സുകളും സെഷൻസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താണിതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു റേപ്പിസ്റ്റായിട്ടുള്ള ഒരു നായകനാണ് നമ്മുടെ നായകൻ. നമുക്ക് ആ സിനിമ ചെയ്യാം, പക്ഷേ റേപ്പാണ് ശരിയെന്ന് നിങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ നമുക്ക് എല്ലാവരും കൂടെ കൂടുന്ന ഒരു ആണല്ലോ നമ്മുടെ സമൂഹം എന്നൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് എല്ലാ മനുഷ്യരുടെയും കഥകൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അല്ലാതെ അയ്യോ അത് ചെയ്താൽ പൊളിറ്റിക്കലി റോങ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
മലയാള സിനിമയിലെ ഇടയ്ക്ക് നായികമാരെ കാണാനില്ല എന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു. കാരണം ബിക്കോസ് ഹിറ്റായ ഒരുപാട് സിനിമകളിൽ നായികമാരില്ലായിരുന്നു. ആ ഒരു ടെൻഡൻസി എന്തുകൊണ്ടായിരിക്കാം, അങ്ങനെ ഒരു ട്രെൻഡ് വന്നത് എന്തുകൊണ്ടായിരിക്കും? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ പുരുഷാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ആണുങ്ങളാണ് സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആണുങ്ങളാണ് സിനിമയ്ക്ക് പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 5 വർഷം മുന്നേ നിങ്ങളൊരു മലയാള സിനിമയുടെ സെറ്റിൽ ചെന്നാൽ എത്ര പെൺപിള്ളേരെ കാണാൻ പറ്റും? അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഉണ്ടാകുന്ന സിനിമകൾ അങ്ങനെ തന്നെ ആയിരിക്കും. അത് നമ്മളിപ്പോൾ ഒരു തരം റിവേഴ്സ് കണ്ടീഷനിങ്ങിലാണ് നമ്മൾ മാറി. ഇപ്പോൾ എന്താ പറയുക, ഈ ക്യാൻസിലെ കാര്യം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ആ സിനിമ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ക്യാൻസിൽ അവാർഡ് കിട്ടുന്ന സിനിമകൾ സംവിധാനം ചെയ്ത പെണ്ണാണ്. നമ്മുടെ ഇവിടുത്തെ പെൺപിള്ളേർ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ദിവ്യയും കനിയും അസീസ് അഭിനയിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ വിലപിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു ഉത്തരവൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ മാറട്ടെ. തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ ചെയ്തേനെ. വേറെ ആരെങ്കിലും വെച്ച് ചെയ്തേനെ. അത് നമ്മളെല്ലാ സിനിമ അങ്ങനെയാണല്ലോ. അതിപ്പോൾ നിമിഷ ഗ്രേറ്റ് ഇന്ത്യൻ ചെയ്തില്ലെങ്കിൽ എന്താകുമെന്ന് ചോദിക്കുന്നതല്ലേ ഉള്ളൂ. നിമിഷൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു, ഇല്ലെങ്കിൽ വേറെ ആളെ ചെയ്തേനെ. അത് നമുക്കത് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് സാധാരണ ഒരു മലയാളിയെ പോലെ എനിക്കായിരുന്നു പിന്നെയും പ്രതീക്ഷയുള്ളത്. ഇപ്പോൾ എഴുത്തുകാരനായ ആദർശ്, പോൾസൺ, ഇവർക്കൊന്നും യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഇത് മനസ്സിലായാലും ചെയ്യുമല്ലോ. നമുക്കൊക്കെ ഇത് മനസ്സിലായാൽ ചെയ്യും. അത് മനസ്സിലാവില്ലേ നമുക്ക് നോക്കാം. അവിടെ ചെന്നപ്പോൾ നല്ല വൃത്തിയായിട്ടും മനസ്സിലായി. ആദ്യം പറയുമ്പം ഇതിൻ്റെ ഞങ്ങൾ ഏറ്റവും ആദ്യം വന്ന വേർഷനാണ് വായിക്കുന്നത്. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മൂക്കായിട്ടുള്ള മീറ്റിംഗ് പോലും ശരിയാകുന്നത്. ഞാനാണ് ആ സിനിമേനെ കുറേ മാറ്റിയിട്ടുണ്ട്. ഞാനും ആദർശനും പോൾസണും കൂടെ. അപ്പോൾ ആ മാറ്റങ്ങൾ ഞങ്ങളിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഥ പറയുക. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് ഡ്രാഫ്റ്റാണ് വായിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു പോലീസ് ഓഫീസറാണ്. ഞങ്ങൾ സ്ക്രീൻ പ്ലേ വായിക്കുക ചെയ്തേ. മമ്മൂക്കാർക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു സിനിമ ആണ് ചെയ്യാൻ പോകുന്നത്. കേൾക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സമയം എടുത്തിട്ട് തന്നെ എൻ്റെ ഒരു വായന തന്നെ. ആദർശം പോൾസണും കഥ മാറി വായിക്കുന്നത്. 2-3-4 സീൻ ആദർശം വായിക്കും, ബാക്കി പോൾസൺ വായിക്കും. അങ്ങനെ കേട്ടിട്ട് അദ്ദേഹം ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ആ സിനിമ തന്നെ പെട്ടെന്ന് സംഭവിച്ചത്. എനിക്കൊന്ന് ഞങ്ങൾ മമ്മൂക്കയെ മീറ്റ് ചെയ്ത് കഥ പറഞ്ഞിട്ട് 6-7 മാസത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങിയൊരു സിനിമയാണ്. അദ്ദേഹം വേറെ പ്രോജക്റ്റ് മാറ്റി വെച്ചിരുന്നു. അതിന് മുന്നേ തുടങ്ങേണ്ട കണ്ണൂർ സ്ക്വാഡ് ഇത് ചെയ്തിട്ട് ചെയ്യും, അങ്ങനെ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അറിവ്.